വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് വണ്ടിയാണ്. വണ്ടിയുടെ ഫ്ലാഗ് ഓഫ് എന്ന നിലയിലാണ് നമ്മൾ ഈ കാര്യം നിർവഹിച്ചിരിക്കുന്നത്. കാഞ്ഞങ്ങാട് സബ് ഡിപ്പോയിൽ നിന്ന് പുതിയ വണ്ടി വരിക, ആ 2 വണ്ടികളെ നമുക്ക് പത്തനംതിട്ടയിലേക്ക് ഓടിക്കാൻ സൗകര്യമുണ്ടാകുക എന്ന് പറയുന്ന ഒരു വലിയ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇവിടെ ഈ വണ്ടി അയക്കുന്നതിന് വേണ്ടി KSRTCയുടെ അധികൃതർ നിലയിൽ ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി ഗണേഷ് കുമാർ ഉൾപ്പെടെ ഇതിനെ ആവശ്യമായ എല്ലാ തരത്തിലുള്ള പ്രവർത്തനം നടത്തിയവർ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. നമുക്ക് ഈ സബ് ഡിപ്പോയുടെ നിലവാരം ഉയർത്തിക്കൊണ്ടുവരാൻ തീർച്ചയായും ഇത് സഹായകരമാകുമെന്ന് കരുതുന്നു. എല്ലാവിധ ആശംസകളും. ഘടകൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് ഒരു ബസ് സർവീസ് KSRTC ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ല എന്നുള്ളത് തീർത്ഥാടനത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ശബരിമലയുമായി ബന്ധപ്പെട്ടൊക്കെ ധാരാളം ആളുകൾ നമ്മുടെ പ്രദേശത്ത് നിന്ന് വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥലമാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പത്തനംതിട്ടയിലേക്ക് ബസ് സർവീസ് ആരംഭിക്കുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമാണ്. അത് സജ്ജീകരിച്ചിട്ടുള്ള അതിൻ്റെ അധികാരികളെ, ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ള അധികൃതരെ ഈ ഒരു കാര്യത്തിൻ്റെ നന്ദി അറിയിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം എല്ലാവർക്കും പ്രയോജനകരമാകുന്ന രൂപത്തിൽ പുതിയ പരിഷ്കരണങ്ങളുമായിട്ട് KSRTC മുന്നോട്ട് പോവുകയാണ്. KSRTC ജീവനക്കാരുടേതായിട്ടുള്ള എല്ലാ പരാതികളും തന്നെ ഘട്ടം ഘട്ടമായി പരിഹരിക്കപ്പെടുകയാണ് എന്നുള്ളതൊക്കെ വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. സർക്കാരിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ ഒരു ബസിന്റെ പ്രവർത്തനത്തിന്, അതുപോലെ കാഞ്ഞങ്ങാട് സബ് ഡിപ്പോയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പരീക്ഷയെത്താറായി സഖാവേ കൊല്ലം മുഴുക്കെ ജയിലാണോ? എന്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടോ പൊള്ളിടുന്നിപ്പോൾ. എന്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടോ പൊള്ളിടുന്നിപ്പോൾ. താഴെ നീയുണ്ടായിരുന്നപ്പോൾ ഞാനറിഞ്ഞില്ല വേനലും വെയിലും. താഴെ നീയുണ്ടായിരുന്നപ്പോൾ ഞാനറിഞ്ഞില്ല വേനലും വെയിലും. എന്റെ ചങ്കു പിളർക്കുന്ന മുദ്രാവാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ. എന്റെ കൈപ്പട നെഞ്ചിൽ പടർന്ന നാൾ എന്റെ വേൽ പൊഴിഞ്ഞു വസന്തം. നീ ധരിച്ചിരിക്കാറുള്ളിടത്തെന്റെ പീഠപുഷ്പങ്ങളായി കിടക്കും. പൂമരം നിന്റെ ചങ്കിലെ പെണ്ണായി പിറന്നിടും. വരും ജന്മമുണ്ടെങ്കിൽ പൂമരം നിന്റെ ചങ്കിലെ പെണ്ണായി പിറന്നിടും.